അവതരിപ്പിക്കുന്നവനല്ല, ആജ്ഞാപിക്കുന്നവനല്ല, മുൻപേ നടന്ന് കാണിച്ചു കൊടുക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. ഉദാഹരണം നരേന്ദ്ര ദാമോദർ ദാസ് മോദി. 2026 മെയ് 10 ഹൈദരാബാദിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പൗരന്മാർക്കായി 7 അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കുക, പൊതുഗതാഗതം ഉപയോഗിക്കുക, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക, സ്വർണ്ണ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയവയായിരുന്നു ഈ ആഹ്വാനങ്ങൾ. അതിർത്തിയിൽ പോയി യുദ്ധം ചെയ്യുന്നത് മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നതും. ഉദാഹരണത്തിന് ഇന്ധനം ലാഭിക്കുന്നത് ഒരു ദേശസ്നേഹമാണെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത. മുന്നിൽ നിന്ന് നയിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വാഹന വ്യൂഹത്തിന്റെ വലിപ്പം ഗണ്യമായി കുറച്ചു. അദ്ദേഹത്തിന്റെ സമീപകാലത്തെ ആഭ്യന്തര സന്ദർശനങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയത്. SPG പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെയാണ് വാഹനങ്ങളുടെ എണ്ണം കുറച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ ഗുജറാത്ത്, ആസാം സന്ദർശന വേളയിൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നു. കൂടാതെ പുതിയ വാഹനങ്ങൾ വാങ്ങാതെ തന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തന്റെ വാഹന വ്യൂഹത്തിന്റെ സാധ്യമായ ഇടവേളകളിലെല്ലാം ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജനങ്ങളോട് ഇന്ധനം ലാഭിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി മാതൃകയാകുക എന്നതാണ് വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കിയതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിക്കാതെ തന്നെ വാഹനങ്ങളുടെ എണ്ണം കുറച്ചത്. മറ്റുള്ളവർക്ക് വഴികാട്ടിയായി അദ്ദേഹം മുൻപേ നടക്കുന്നു, മാതൃകയായ അമരക്കാരൻ.